നമ്മുടെ പദവിയെ ഉയർത്താനാണ് 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള ഒരു രാവ് അല്ലാഹു നമുക്ക് തന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നിസാരമായ ഒരു രാവല്ല. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്ന ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം കേൾക്കണ്ടേ? അൻ അലി ഇബ്നു ഉർവത റളിയല്ലാഹു അൻഹു ഖാൽ, സഹോദരാ ശ്രദ്ധിക്കണം, സഹോദരി ശ്രദ്ധിക്കണം. മഹാനായ അലി ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം സക്കറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർബഅതം മിൻ ബനി ഇസ്രായീൽ. ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് ബനു ഇസ്രായേലികളിൽപ്പെട്ട 4 ആളുകളെ കുറിച്ച് പറഞ്ഞു തന്നു. അള്ളാന്റെ റസൂൽ ഒരു ദിവസം ഞങ്ങളോട് ബനു ഇസ്രായേലികളിൽപ്പെട്ട 4 ആളുകളുടെ ചരിത്രം വിശദീകരിച്ചു. എന്താണ് ആ 4 ആളുകളുടെ പ്രത്യേകത എന്ന് കേൾക്കണോ? അബ്ദുല്ലാഹ സമാനീന അമ്മാ, 80 കൊല്ലത്തോളം ഇലാഹായ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചവരാണവർ. അതിനിടയിൽ ലം യഅസൂഹു തുർഫത ഐൻ. ആ 80 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും, ഒരു സെക്കൻഡ് പോലും അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ അവരിൽ നിന്നുണ്ടായില്ല. അങ്ങനെ 80 കൊല്ലത്തോളം അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ സർവലോക രക്ഷിതാവായ അല്ലാഹ്, ആ ഇലാഹായ റബ്ബിനെ ആരാധിച്ച് റബ്ബിനെ വാഴ്ത്തിയും പുകഴ്ത്തിയും പ്രശംസിച്ചും പ്രകീർത്തിച്ചും കഴിഞ്ഞുകൂടിയ 4 ആളുകളെ കുറിച്ച് മുത്ത് റസൂൽ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആരൊക്കെയാണ് ആ 4 ആളുകളെന്ന് കേൾക്കണ്ടേ? ഫദക്കറ അയ്യൂബ വസക്കരിയ വഹിസ്ഖീല വയൂശഅ ഇബ്നു നൂൻ. ഒന്ന് മഹാനായ നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്ന് അയ്യൂബ് നബിയാണ്. ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞ 18 കൊല്ലത്തോളം പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞ് ശരീരമാകെ വ്രണമായി, മാംസമൊക്കെ അടർന്നു പോയി, ചില നരമ്പുകളൊക്കെ അറ്റുപോയി. അങ്ങേയറ്റം ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ. എന്നാൽ പോലും അല്ലാഹ് ഒരു സെക്കൻഡ് പോലും റബ്ബിന് ഇഷ്ടമില്ലാത്ത വാക്കു പറഞ്ഞില്ല, ചിന്തിച്ചില്ല, ചെയ്തില്ല. ആ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെയോ ഹിസ്ഖീൽ, ബഹുമാനപ്പെട്ട ഹിസ്ഖീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിൽ പേര് പറയാത്തൊരു പ്രവാചകനാണ്. പിന്നെയോ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, വയൂശഅ ഇബ്നു നൂൻ, മഹാനായ യൂശഅ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ ചരിത്രത്തിൽ 80 കൊല്ലത്തോളം ഒരു സെക്കൻഡ് പോലും അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാവാത്ത 4 ആളുകളെ കുറിച്ച് മുത്തുനബി സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. മഹാന്മാരായ സഹാബത്തുൽ കിറാം ഹബീബായ നബിയുടെ അടുക്കൽ വെച്ച് പ്രതീക്ഷയോടെ അത് കേട്ടു. പക്ഷേ ഫഅജിബ അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അവര് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്തേ കാര്യമെന്നറിയോ? അവര് ചിന്തിച്ചു, അല്ലാഹ്, നമുക്കൊക്കെ അല്ലാഹു നൽകുന്ന വയസ്സ് 60ന്റെയും 70ന്റെയും ഇടയിലാണ് സാധാരണ. അതിൽ തന്നെ എന്തെല്ലാം തെറ്റുകളാ നമ്മൾ ചെയ്തു പോകുന്നത്. അതിൽ തന്നെ ഒരുപാട് കാലം കുട്ടിക്കാലമായി പോയില്ലേ, ഉറക്കായി പോയില്ലേ, അശ്രദ്ധയിൽ പോയില്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞു പോയ സമുദായത്തിലെ മഹാന്മാരായ അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ ദറജ നേടാൻ നമുക്ക് സാധിക്കുക?
ലഭിക്കുക? എങ്ങനെയാണ് അവരുടെ ദറജ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്ന ഒരാശങ്ക അവരുടെ മനസ്സിലുണ്ടായി. അങ്ങനെ ആ ചിന്തയിൽ അവരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഫാതാഹു ജിബ്രീൽ, മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലിന്റെ അടുത്തേക്ക് വരികയാ. എന്നിട്ട് ഫഖാല യാ മുഹമ്മദ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മുഹമ്മദ് നബിയേ, അജിബത ഉമ്മതുക മിൻ ഇബാദ 80 കൊല്ലം ഇതായി പറയപ്പെട്ട ആളുകൾ നിരന്തരമായി ഒരു തെറ്റ് പോലും ചെയ്യാതെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത കാരണത്താൽ നിങ്ങളുടെ സഹാബികൾ വലിയ അത്ഭുതത്തിലാ, നിങ്ങളും അത്ഭുതത്തിലാ. എങ്കിൽ അങ്ങനെ അത്ഭുതപ്പെടേണ്ടതില്ല. ഇദാ ഫഖദ് അൻസലല്ലാഹു ഖൈറൻ മിൻ സാലിക, അതിനേക്കാളൊക്കെ എത്രയോ ഖൈറായൊരു സംഗതി അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ആ മഹാന്മാരായ അയ്യൂബ് നബിയുടെയും സക്കരിയ നബിയുടെയും ഹിസ്ഖീൽ നബിയുടെയും യൂശ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഒക്കെ ദറജയെ നിങ്ങൾക്ക് മറികടക്കാവുന്ന വിധത്തിൽ ഇതാ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു സംവിധാനം അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു നബിയേ. അങ്ങനെ ഫഖറ അലൈഹി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്തതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ആ സൂറത്ത് ഓതിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദാ അഫ്ളലു മിമ്മ അജിബ്ത അൻത വ ഉമ്മത്തുക, നിങ്ങളും നിങ്ങളെ സഹാബികൾ ഉൾപ്പെടെയുള്ളവർ അത്ഭുതപ്പെട്ടതിനേക്കാൾ വലിയ അത്ഭുതം ഇതാണ്. ഫസുറ ബിദാലിക റസൂലുള്ളാഹ് വന്നാസു മഅഹു, ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായല്ലോ ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാരണം 83 കൊല്ലത്തെ ഇബാദത്തിന്റെ ശ്രേഷ്ഠതയാണ് ഒരൊറ്റ രാത്രി കൊണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറെ സാധ്യതയുണ്ട് 27-ാം രാവാകാൻ. അതെന്തേ കാരണം? ഈ സൂറത്തിൽ 3 തവണയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പരാമർശിച്ചിട്ടുള്ളത് അല്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 3 തവണയാണ് ലൈലത്തുൽ ഖദ്ർ. ഒരു തവണ പറഞ്ഞതിൽ 9 അക്ഷരങ്ങളാണ്. 9 × 3 = 27. 3 തവണയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്ർ എന്നതിൽ 7 അക്ഷരങ്ങളാണ്. 7 × 3 = 27. അതുകൊണ്ട് 27 ആണെന്ന സൂചന ഇതിൽ ഉണ്ട് എന്ന് ഈ സൂറത്ത് വിശദീകരിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്. മാത്രമല്ല 30 പദങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൽ 30 പദങ്ങളാണ്. അതിൽ 27-ാമത്തെ പദമേതാ? ഹിയ ആ ലൈലത്തുൽ ഖദ്ർ. ഹിയ ആ ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് ഇങ്ങനെ വ്യംഗ്യമായി സൂചിപ്പിച്ചത് 27-ാമത്തെ പദമായിട്ടാണ്. അതും സൂചനയാണ് ഈ രാവ് 27-ന്റെ രാവാകാൻ ഏറെ സാധ്യതയുണ്ടെന്ന്. ഇതാ ലൈലത്തുൽ ഖദ്റിനെ ഉപയോഗപ്പെടുത്തണം. ആ രാവിന്റെ ഫദ്ല് കൊണ്ട് തീർച്ചയായും ഈ നേട്ടം നിങ്ങൾക്ക് ലഭ്യമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.